അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് വെറുതെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് മനസ്സിൽ സ്ട്രൈക്കായ ഒരു കാര്യമാണ്. നമ്മളിത് ഇടുന്നത് യൂട്യൂബിലാണല്ലോ. അപ്പൊ യൂട്യൂബിനെ കുറിച്ച് പറയാൻ ഏതാണ് ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് യൂട്യൂബ്, അതിനെ കുറിച്ച് എന്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഏതാണ് ബെസ്റ്റ് ടൈം എന്നൊക്കെ ഞാൻ ചിന്തിക്കാണ്. നമുക്ക് അതിനുള്ള കഴിവ് വേണം, എന്ത് ടൈപ്പ് കണ്ടന്റ് ഇട്ടാൽ നമുക്ക് ശരിയാവും എന്നുള്ളൊരു ധാരണ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് ടൈപ്പ് ക്യാമറ വേണം, ക്യാമറ ലെൻസ്, ട്രൈപോഡ്, ലൈറ്റിംഗ്, മൈക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് യൂട്യൂബിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ. പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും വേണ്ട. നമുക്ക് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് ഒരു ത്വര എന്ന് പറയുന്നത്, ഒരു ആഗ്രഹം, അത് മതി. അതായത് നമുക്കൊരു വീഡിയോ ഇടണം എന്നുള്ള ഒരു ചിന്ത ഇരുന്നാൽ നമുക്ക് ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബേസിക് കാര്യങ്ങൾ ആ ഒരു ആഗ്രഹത്തിൽ നമ്മളങ്ങ് പഠിച്ചോളും. ആദ്യം വീഡിയോ സെറ്റ് ചെയ്യണം. വീഡിയോ സെറ്റ് ചെയ്യാൻ ക്യാമറയെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ബ്ലാക്ക് മാജിക് ക്യാമറ, റെഡ് ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്ന യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അങ്ങനെ ആലോചിച്ച് അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ക്യാമറ എന്ന് പറയുമ്പോൾ ബേസിക് എന്താ, നമ്മളെ കയ്യിൽ എല്ലാവരുടെ സ്മാർട്ട് ഫോൺ. സ്റ്റാർട്ടിങ്ങിൽ നമ്മളത് വെച്ചിട്ട് തുടങ്ങി. ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് എടുക്കുക. ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്യുക. അതിനെ കുറിച്ചിട്ടുള്ള വേറെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടോ എന്ന് നോക്കുക. ആ ഒരു സ്റ്റൈൽ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, വേറെ സ്റ്റൈൽ വേണോ. നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് ചിലപ്പോൾ ഒരു യൂട്യൂബ് ചാനലായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റൈല് വേറെ യൂട്യൂബ് ചാനലായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ രണ്ടിനെ കമ്പൈൻ ചെയ്യാൻ നോക്കാം, നമ്മളെ രീതിക്ക് അതിനെ മാറ്റാം. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, അപ്പൊ അതിനെങ്ങനെയാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കോപ്പി അടിക്കുന്ന പോലെ തന്നെ ട്രൈ ചെയ്യാം. നമ്മൾ അത് ചെയ്യപ്പോഴേക്കും നമ്മൾ കുറെ കാര്യം പഠിക്കും. അതാണ് അതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അത്ര ഒരു വ്യൂസ് ഒന്നും കിട്ടൂലായിരിക്കും, പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങുന്നതാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഉള്ള എക്യുപ്മെന്റ് വെച്ചിട്ട് തുടങ്ങുക. ഫോണിന് ഹെൽമെറ്റിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ സെറ്റ് ചെയ്തിട്ട് യൂട്യൂബ് തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പൊ ആദ്യം ഫോൺ വെച്ചിട്ട് തന്നെ പോട്ട് ഫോണിൽ നിന്ന് നമുക്ക് മാറ്റണം, വേറൊരു രീതിക്ക് കണ്ടന്റ് ഒക്കെ പോകണം എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. അടുത്ത മൈക്കിൻ്റെത് നമ്മളെ ഫോണിൽ തന്നെ അത്യാവശ്യം നല്ലൊരു മൈക്കൊക്കെ ഉണ്ടാവും. സോ നമ്മൾ ഒരു ലെവൽ എത്തുന്നവരെ അത് മതിയാവും. ഇപ്പൊ ഞാനും ആദ്യം തുടങ്ങിയപ്പം മൈക്കൊന്നും ഇല്ലായിരുന്നു, കുറച്ച് വോയിസ് ഒക്കെ ഒരുമാതിരി ഉണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളങ്ങനെ ചെയ്യാം. നമുക്ക് ഒരു ഫീൽഡിൽ ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇഷ്ടം തോന്നി ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും തുടങ്ങാം. നമ്മൾ കുറച്ചുകൂടെ കാശ് വരട്ടെ, നമ്മൾ അടുത്തടുത്ത എക്യുപ്മെന്റ്സ് വാങ്ങാം, എന്നിട്ട് ചെയ്യാം. അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഉള്ളത് വെച്ച് തുടങ്ങാം. ചിലവര് എല്ലാം വാങ്ങിച്ചിട്ട് അവര് തുടങ്ങുമായിരിക്കും. അപ്പൊ നമ്മളൊക്കെ അവരെ കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും നമുക്ക് ഇതുപോലത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ വേണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം എന്റെ ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്നത്, യൂട്യൂബിന്റെ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്നത് സാം കോൾഡർ, മാറ്റി ഹെപ്പോയ, പീറ്റർ മെക്കിന്നൻ, ഇവരൊക്കെ ആയിരുന്നു. അപ്പോ സാം കോൾഡറൊക്കെ വീഡിയോ ഒക്കെ കാണുന്നതെന്ന് പറയുന്നത് ഡ്രോണും അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു വൻ സെറ്റപ്പാണ്. ഡ്രോണ്, വലിയ ക്യാമറ, കളർ ഗ്രേഡിങ് ഒക്കെ ചെയ്തൊരു വല്ലാത്തൊരു ലുക്കിലുള്ള ഒരു സംഭവമാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടെ. ഞാൻ അപ്പൊ ഒക്കെ വിചാരിച്ചോണ്ടിരുന്ന ഒരു ഡ്രോൺ വാങ്ങണം, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഡ്രോൺ വാങ്ങണം, അപ്പൊ വീഡിയോ ഒക്കെ ഇടലാവുമെന്നാണ്. പക്ഷെ അപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു, അപ്പൊ വരുമാനമൊന്നുമില്ല. എന്നിട്ട് പിന്നെ വേറൊരു ടൈപ്പ് വീഡിയോ കണ്ടു, എയ്ഡൻ റോബിൻസൺ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ. അപ്പോൾ അതിലാണെങ്കിൽ പുള്ളി മാക്സിമം യൂസ് ചെയ്യുന്നത് ട്രൈപോഡിൽ സ്റ്റാറ്റിക് ആയിട്ട് വെച്ചിട്ടുള്ള വീഡിയോസാണ്. അതായത് ഒരു സ്ഥലത്ത് ക്യാമറ വയ്ക്കുക, എന്നിട്ട് പുള്ളിയുടെ മൂവ്മെൻറ്റും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെനിക്ക് കൗതുകമായിട്ട് തോന്നി. അതായത് അതിലും ഡ്രോൺ ഉണ്ട്, പക്ഷേ മാക്സിമം ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്കൊരു സാധനം കത്തി. അതായത് വലിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും അല്ല, ചെറിയ സാധനങ്ങൾ വെച്ചും നമുക്ക് നല്ല രീതിക്ക് ഫ്രെയിമിങ്, കോമ്പോസിഷൻ ഇതൊക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി സംഭവം കിട്ടുമെന്ന്. സംഭവം അത് കണ്ടപ്പോഴാണ് ക്ലിക്കായത്. അത് ശരിയാണല്ലോ, നമുക്ക് നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇതുവരെ ഞാൻ ഡ്രോൺ വാങ്ങിച്ചിട്ടില്ല, പക്ഷെ ഡ്രോൺ ഇല്ലാതെ തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാന്നുള്ള ഒരു സംഭവം ഞാൻ പഠിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ആഗ്രഹം ഉണ്ട്, യൂട്യൂബ് വീഡിയോ ചെയ്യണം, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ബെസ്റ്റ്
ബെസ്റ്റ് സമയം ഇപ്പോഴാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ വീഡിയോ തന്നെ ഒരു പോസിറ്റീവ് സംഭവമായിട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ തുടങ്ങാം. ഉള്ളത് വെച്ചിട്ട് ചെറിയ എഡിറ്റിംഗ് ഒക്കെ വെച്ചിട്ട് തുടങ്ങിയത്. ശരി, ക്യാമറയുടെ സംഭവം പറഞ്ഞു, മൈക്കിന്റെ സംഭവം പറഞ്ഞു. ഇനി അടുത്ത എഡിറ്റിങ്ങിന്റെ സംഭവം പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരുപാട് ഫോണിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട സംഭവങ്ങളുണ്ട്. എന്റെ അടുത്ത് ഒരു പഴയ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ ഏത് വീഡിയോ എഡിറ്റ് ഉണ്ട്, നമുക്ക് ഏത് പറ്റും എന്നുള്ള രീതിക്കാണ് ഞാൻ നോക്കി. ആദ്യം എഡിറ്റ് ചെയ്തത് സോണി വെനിസ്, അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അത് പിന്നെ വേറെ ചില വീഡിയോ എഡിറ്ററിൽ 2-3 പ്രാവശ്യം മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഇത് ഡെമോ വെർഷൻ. അപ്പൊ അതിലൊക്കെ എഡിറ്റ് ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പ്രീമിയർ പ്രോ എന്നൊരു സംഭവം അറിയും. ഡൗൺലോഡ് ചെയ്ത് ബേസിക് കാര്യങ്ങൾ സംഭവങ്ങൾ പഠിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്രീ ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിക്ക് വീഡിയോ എഡിറ്റിംഗ് ടൂൾ കണ്ടായിരുന്നു, ഡാവിൻസി റിസോൾവ് എന്ന് പറഞ്ഞു. അതില് നമുക്ക് പരിപാടികളെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ലേണിംഗ് കർവ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ എല്ലാം ചെയ്യാം. പ്രൊഫഷണൽ ലെവൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ സംഭവങ്ങൾ നമ്മൾ പെയ്ഡാണ്. നമ്മളെ ബേസിക് കാര്യങ്ങളെല്ലാം അതിൽ നടന്നു കിട്ടും. അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഇത്ര ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനായിട്ട് എന്നെ ഫോഴ്സ് ചെയ്തിട്ട് പഠിച്ച ഒരു സംഭവമാണ്. ഇപ്പൊ നോക്കിയ ഏകദേശം എല്ലാ ഓൾമോസ്റ്റ് യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്നത് ഇതാണ്. കളർ ഗ്രേഡിങ്ങും അങ്ങനത്തെ അത് ഇഷ്ടമുള്ള, അതായത് വലിയ വലിയ സിനിമകളൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരെ എഡിറ്റ് ചെയ്യുന്നത് ഇതാണ്. അങ്ങനെ നോക്കുമ്പം അന്ന് അത് ചെറുതായിട്ടെങ്കിലും പഠിച്ചത്. ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ. പക്ഷെ എന്നാലും അത് ചെയ്തത് ഒരു നല്ല കാര്യമെന്ന് തോന്നിയാൽ പഠിച്ചത് ഒരു നല്ല കാര്യം. പിന്നെ വേറെ എന്താ, ഇപ്പൊ ചെയ്യുന്ന ഈ കാർ ടൈപ്പ് കണ്ടന്റ് ഒക്കെ വന്നിട്ട് കാറിൽ തന്നെ മൈക്കും ക്യാമറ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നത്. ഓടിച്ചോണ്ട് കണ്ടന്റും എല്ലാം നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫേസ് കാണിച്ച് ചെയ്യാം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ഇല്ലാത്തവർക്ക് അതല്ലാണ്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ആദ്യത്തെ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾ അത്ര കോൺഫിഡന്റ് അല്ലായിരിക്കും, അത് ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് അടുത്ത വീഡിയോ ചെയ്യണം, അടുത്ത വീഡിയോ ചെയ്യണം, അതിന്റെ അടുത്ത വീഡിയോ ചെയ്യണം. ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകും. ആദ്യത്തെ വീഡിയോയും 10ാമത്തെ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കപ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളെ വ്യത്യാസം മനസ്സിലാവും. അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആവുമ്പോൾ ഇതിനെക്കുറിച്ച് കുറെ വീഡിയോസ് നോക്കും, കുറെ ഐഡിയാസ് നെറ്റിൽ സെർച്ച് ചെയ്യും, ക്യാമറ ഒക്കെ മൗണ്ട് ചെയ്യേണ്ട രീതികൾ നോക്കും. നമ്മുടെ അടുത്ത് എന്തെങ്കിലും DIY ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. പിന്നെ അതൊക്കെ നമ്മളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് അതങ്ങ് ഡെവലപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഒരു കണ്ടന്റും ഇല്ലെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞ കോപ്പി അടിച്ചിട്ട് തന്നെ കണ്ടന്റ് തുടങ്ങുക. അതാണ് അതിന്റെ മെയിൻ. തുടങ്ങിയിട്ട് പിന്നെ അടുത്ത എന്തെങ്കിലുമൊക്കെ ഒരു രീതിക്ക് ചെയ്ത് പോകുമ്പോഴേക്കും എങ്ങനെ അത് ഒരു ലെവലിൽ ഡെവലപ്പ് ആവും. വിചാരിക്കുന്ന ലെവൽ അല്ലെങ്കിലും നമ്മൾ വേറൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ആവും. എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ക്യാമറ നോക്കി സംസാരിക്കും, അപ്പൊ അത് നിങ്ങൾ ഒരുവിധം സെറ്റായി. അപ്പോൾ നിങ്ങളെ ജോലിയിൽ ചിലപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഈ സ്കില്ല് അവിടെ യൂസ് ആവും. ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോ കോർപ്പറേറ്റ് പരിപാടിക്ക് വേണ്ടിയിട്ട് യൂസ് ആവും. അങ്ങനെ അപ്പോൾ നിങ്ങൾ എങ്ങനെയും വീഡിയോ എടുക്കാൻ തുടങ്ങാം. ഇതൊരു നല്ലൊരു പരിപാടിയാണ്. കാശിനെ കുറിച്ച് ആദ്യം ആലോചിക്കുകയും വേണ്ട. നമ്മൾ ഡെവലപ്പ് ചെയ്യുക, ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ആവും, അതാണ് അതിന്റെ സംഭവം. അപ്പോ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോയിൽ പിന്നെ ഒരിക്കൽ കാണാം. അപ്പോൾ ഓക്കെ. അപ്പോൾ വേറൊരു പുതിയ സംഭവം ഞാൻ പഠിച്ചു, ബൈ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓഫ് വീഡർ സെഹൻ.